സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെഎസ്ഇബിയുടെ വിതരണ പോസ്റ്റുകൾ റിലയൻസിന് കൈമാറുന്നതിൽ പ്രതിഷേധം. കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കെഎസ്ഇബി നയങ്ങൾക്കെതിരെ പ്രതിഷേധം തീർത്ത് ജനജാഗ്രതാ ജാഥ. ജാഥക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. രോഗികളുണ്ട്, സൗകര്യങ്ങളില്ല. ജില്ലാ ആശുപത്രിയോട് അധികൃതർ കാട്ടുന്നത് ക്രൂരമായ അവഗണന. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അംഗൻവാടി ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. കാവുകോളി കടപ്പുറത്ത് 60ഓളം കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് യാത്രയാക്കി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും 2 തെയ്യക്കോലങ്ങൾ. ആലയിൽ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തി. അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം പൂരമഹോത്സവം 24-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കെഎസ്ഇബിയുടെ വിതരണ പോസ്റ്റുകളിലൂടെ റിലയൻസിന് കേബിൾ വലിക്കാനുള്ള സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്ന് കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ. കാഞ്ഞങ്ങാട്ട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. കെഎസ്ഇബി വിതരണ പോസ്റ്റുകൾ റിലയൻസിന് കേബിൾ വലിക്കാനുള്ള അധികാരം നൽകുന്ന നടപടി പിൻവലിക്കണമെന്ന് കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ CITU ദേശീയ സെക്രട്ടറിയും കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന പ്രസിഡന്റുമായ KO ഹബീബ് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റേൺ ആൻഡ് നോർത്തേൺ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിൽ കഴിഞ്ഞ 25-ാം തീയതി തൊഴിലാളികൾ സമരത്തിന് പോയി. ഒരു വൺഡേ മാർച്ച് നടത്തി. അടുത്ത ദിവസം തന്നെ സ്ഥിര സത്യാഗ്രഹം പ്ലാൻ ചെയ്തു. അപ്പൊ അവർ ചർച്ചയ്ക്ക് വിളിച്ചു. ആദ്യമായിട്ട് അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചത്. കാരണം ഈ യൂണിയനുകൾ നമ്മുടെ കൂടെ വന്നിരുന്നില്ല. ഇതങ്ങനെ കമ്പനിയായി ഇൻഡിപെൻഡന്റ് ആയി. അവിടെ ഈ CITU വലിയ സംഖ്യയല്ല, CPM വലിയ പാർട്ടിയല്ല. ഇലക്ട്രിസിറ്റിക്കാര് ഇഫി നമ്മുടെ ഫെഡറേഷനകത്ത് വന്നിരുന്നില്ല. ഇപ്പൊ ഫെഡറേഷനിലേക്ക് വന്നവര് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ മുദ്രാവാക്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ സമരത്തിന് പോയി. എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 4 കൽക്കട്ടയിൽ വരുന്നുണ്ട്, ഇപ്പൊ ഭുവനേശ്വരി വരാം. ലക്ഷ്മണന്റെ കൂടെ ഉണ്ടാകും. സംസ്ഥാന ജനറൽ സെക്രട്ടറി V ലക്ഷ്മണൻ, KP രാമചന്ദ്രൻ, A ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. K ശ്രീനിവാസൻ അധ്യക്ഷനായി. V ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. കെഎസ്ഇബി നയങ്ങൾക്കെതിരെ പ്രതിഷേധം വിരമ്പി. കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ വാഹനജാഥയ്ക്ക് നാടെങ്ങും സ്വീകരണം. തദ്ദേശീയരായ സ്വയം തൊഴിൽ സംരംഭകരെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന കെഎസ്ഇബി നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് COAയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം തുടങ്ങിയത്. COA സംസ്ഥാന കമ്മിറ്റി 14 മുതൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജനജാഗ്രതാ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. കെഎസ്ഇബി ഏകപക്ഷീയമായി റിലയൻസിന് വൈദ്യുതി തൂണുകൾ നൽകിയ ഉത്തരവ് പിൻവലിക്കുക, തൂണുകൾക്ക് മുൻകാല പ്രാബല്യത്തോടെ വാടക അടക്കണമെന്ന ഉത്തരവ് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ജനജാഗ്രതാ യാത്ര നടത്തുന്നത്. ജില്ലാതല വാഹനജാഥ കാലിക്കടവിൽ നിന്നും ആരംഭിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ഒടയഞ്ചാലിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം തമ്പാൻ നായർ ഉദ്ഘാടനം ചെയ്തു. അവരിങ്ങനെ ഞങ്ങൾ നോക്കുകകളായിട്ട് നിൽക്കണം. അതാണ് അവർ ആദ്യം അറിഞ്ഞത്. കെഎസ്ഇബി ഇല്ല. പിന്നെ അവർക്ക് പോസ്റ്റക്കാരല്ല, പോസ്റ്റ് മറ്റവർക്ക് കൊടുത്തു. നമ്മളെ കാര്യം തന്നെ ഇപ്പൊ പറയണ്ട. കേബിൾ TVയുടെ നമ്മൾ അതിലൂടെ ലൈൻ വലിക്കുന്നുണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു ബന്ധേ ഉള്ളൂ. പക്ഷെ അതിലുപരി കെഎസ്ഇബിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ലക്ഷ്മണൻ ഇന്നലെ CITUന്റെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞത് അത് കേൾക്കുന്നത് തന്നെ നമുക്ക് തന്നെ ഞെട്ടിപ്പോയി. എനിക്കടക്കം CITUന്റെ ഒരു പ്രവർത്തകൻ, എളിയ പ്രവർത്തകൻ എന്ന വിധത്തിൽ എനിക്കും കൂടെ മനസ്സിലാവാത്ത കാര്യമാണ്. ഈ കരാർ നടപ്പിലായാൽ കെഎസ്ഇബി എന്ന് പറഞ്ഞൊരു സ്ഥാപനമില്ല. ഇത് 2-3 തട്ടായിട്ട് തിരിക്കുകയാണ്. COA മേഖലാ പ്രസിഡന്റ് ശ്രീനാരായണൻ അധ്യക്ഷനായി. വാർഡംഗം ദാമോദരൻ സംസാരിച്ചു. മാലക്കലിൽ COA സംസ്ഥാന കമ്മിറ്റി അംഗം K രഘുനാഥൻ, മേഖലാ സെക്രട്ടറി സജി ആന്റണി, CPI നേതാവ് CK സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ ഡൽഹിയിലൊക്കെ നമുക്കറിയാം, വൈദ്യുതി വിതരണ ശൃംഖല റിലയൻസിന്റെ കയ്യിലാണ്. അവിടെ കെജ്രിവാൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത്
റിലയൻസിനെ ഡൽഹിയിൽ നിന്ന് തുരത്തണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നാണ്. കാരണം എന്താ? അവിടെ വൈദ്യുതിയും വെള്ളവും എന്നുവേണ്ട മുഴുവൻ സാധാരണക്കാരന് ആവശ്യമായ എല്ലാ സാധനങ്ങളും റിലയൻസിന്റെ കൈകളിലൂടെ വിറ്റഴിക്കുന്ന ഒരു സമീപനമാണ് അവിടെ നടന്നു വരുന്നത്. 17 രൂപ എന്നത് 55 രൂപയും 55 രൂപ എന്നത് 111 രൂപയും വർദ്ധിപ്പിച്ചു. ഈ 111 രൂപ സാധാരണക്കാരായ കേബിൾ ഓപ്പറേറ്റർമാർ നൽകുമ്പോഴും ഏഷ്യാനെറ്റ് പോലുള്ള കുത്തക കമ്പനികൾ 1 രൂപ മാത്രമാണ് നൽകിയിരുന്നതെന്നുള്ള സത്യം മനസ്സിലാക്കണം. കേബിൾ ഓപ്പറേറ്റർമാർക്ക് നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല. കിഴക്കൻ മേഖലയിലേക്ക് ഒരു ദൃശ്യം എഴുതി വെച്ച് TV കാണുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചെറിയ പൈസയ്ക്ക് സേവനം ചെയ്തുകൊണ്ട് കേബിൾ TV ഇവിടെ സേവനം ചെയ്ത ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട്. 10-15 വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോഴും അവർ അതുമായി മുന്നോട്ട് പോവുകയും നമ്മുടെ പ്രദേശത്ത് അവരുടെ സേവനം നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ നിരവധി സാധാരണക്കാരായ കേബിൾ ഓപ്പറേറ്റർമാർ ഇതുമൂലം ജീവിക്കുകയും നിരവധി കുടുംബങ്ങൾ ഇതുമൂലം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം പുതിയ ദീനരോധനവുമായി അവർ മുന്നോട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവരെ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ വയ്യ, അവരുടെ സമരത്തിന് പിന്തുണ കൊടുക്കാതിരിക്കാൻ വയ്യ എന്ന്. പാണത്തൂരിൽ സജി ആന്റണി, പ്രദീപ് കുമാർ തുടങ്ങിയവരും, കുറ്റിക്കോലിൽ ഹരീഷ് പി നായരും, പെരിയയിൽ രാജൻ പെരിയ, ഹരീഷ് പി നായർ എന്നിവരും സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ കുറെ കാലഘട്ടങ്ങളായി നടന്നുവരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സാധാരണക്കാരനായ പ്രവർത്തകർ പ്രവർത്തിച്ചു വരുന്ന അത് വലിയൊരു കുത്തക കമ്പനിക്ക് കേരളത്തിലെ ഗവൺമെന്റ് മാറ്റിക്കൊടുക്കുന്നതാണ് ഈ അവസരത്തിൽ അറിയാൻ സാധിച്ചത്. ഒറ്റയടിക്ക് ഇതിന് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഇതിന് പ്രതികരിക്കാനോ നമുക്ക് സാധിക്കുന്നതല്ല. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേബിൾ TV നടത്തിയിരുന്ന പ്രവർത്തകരെ ഒന്നിപ്പിച്ചുകൊണ്ട് മേഖലാടിസ്ഥാനത്തിലും തുടർന്ന് ജില്ലാടിസ്ഥാനത്തിലും ഇപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിലും ഹെഡ്ഡന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു കൂട്ടായ്മയാണ് ഈ ചെറുകിട കേബിൾ TV. മാവുങ്കാലിൽ നടന്ന സമാപന സമ്മേളനം BJP ദേശീയ സമിതി അംഗം മടിക്കെ കമാരൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗവുമായ ശ്രീ ഹരീഷ് പി നായർ, മറ്റ് സുഹൃത്തുക്കൾ, പ്രിയമുള്ളവർ, വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അസോസിയേഷൻ നടത്തുന്ന ഈ പ്രചരണ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. പൊതുവെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പൊതുവെ കുത്തക കോർപ്പറേറ്റ് എന്നെല്ലാം പറഞ്ഞാൽ ആളുകളുടെ ഒരു ദിശ ചില ഭാഗത്തേക്ക് പ്രത്യേകമായി കാണാറുണ്ട്. ഈ കുത്തകയും കോർപ്പറേറ്റും പിടിമുറുക്കുമ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തും വരുമ്പോൾ ഇന്ത്യയിലെ പൊതുജനങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാവുങ്കാലിലെ സമാപന യോഗത്തിൽ രവീന്ദ്രൻ മാവുങ്കാൽ, ബാബു മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്നു. ജില്ലയിലെ ആയിരക്കണക്കിന് രോഗികളുടെ ആശ്രയമാകേണ്ട ജില്ലാ ആശുപത്രിയിൽ അവശ്യ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുന്നതായി ആക്ഷേപം. ജില്ലയിലെ മറ്റ് സർക്കാർ ആശുപത്രികൾ പോലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ മുന്നോട്ടു പോകുമ്പോൾ ചമ്മട്ടംവയലിലെ ജില്ലാ ആശുപത്രി അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ്. ആശുപത്രിയിലെ അവശ്യ ഘടകങ്ങളായ ആംബുലൻസും ജനറേറ്ററും പ്രവർത്തനരഹിതമായി മാസങ്ങൾ പിന്നിടുമ്പോഴും തുടർ നടപടി സ്വീകരിക്കാൻ അധികൃതർ രംഗത്ത് വന്നിട്ടില്ല. ആശുപത്രിയിൽ നിലവിലുള്ള സൗകര്യങ്ങൾ രോഗികൾക്ക് ലഭ്യമാക്കാനും അധികൃതർ തയ്യാറാവുന്നില്ല. ജില്ലാ ആശുപത്രിയിലെ സേവനങ്ങൾ രോഗികൾക്ക് ലഭ്യമല്ലാതെ പോകുമ്പോൾ ഇത് സംബന്ധിച്ച് ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ടവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതേസമയം ഡയാലിസിസ് സെന്ററും ക്യാൻസർ വാർഡും ആശുപത്രിയിൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ചുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും ഇതുവരെയും ആശുപത്രിയിൽ നടന്നിട്ടില്ല. എന്നാൽ ആശുപത്രിയിലെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതായി DMO ഡോക്ടർ P. ഗോപിനാഥൻ പറഞ്ഞു. മറ്റേ ആംബുലൻസ് എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം ഞങ്ങളാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, DHS
ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ശ്രദ്ധയിലൊക്കെ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആംബുലൻസിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ജനറേറ്റർ അത് ഒരു ബ്ലഡ് കമ്പോണൻറ്റ് സെപ്പറേഷൻ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ജനറേറ്റർ ഒരാഴ്ചക്കകം ഫിറ്റ് ചെയ്ത് ബ്ലഡ് കമ്പോണൻറ്റ് സെപ്പറേഷൻ യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മലയോര പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള രോഗികളുടെ ഏക ആശ്രയ കേന്ദ്രമായ ജില്ലാ ആശുപത്രി കെടുകാര്യസ്ഥതയും അവഗണനയും മൂലം ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ പോവുകയാണ്. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. അംഗൻവാടി ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷനാണ് സമരം സംഘടിപ്പിച്ചത്. അംഗൻവാടി ജീവനക്കാർക്ക് 15,000 രൂപ മിനിമം വേതനം നൽകുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, ക്ഷേമനിധിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, സൂപ്പർവൈസർ നിയമനത്തിന് സർവീസും മാനദണ്ഡമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PK ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NT ലക്ഷ്മി, KV രാഗിണി, KP വിജയകുമാരി, M രജനി, V രാധ, CV സിനി തുടങ്ങിയവർ സംസാരിച്ചു. അച്ചാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം പൂരമഹോത്സവത്തിന് 24-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് 24-ന് ആരംഭിക്കുന്ന പൂരമഹോത്സവം ഏപ്രിൽ 2-ന് സമാപിക്കും. മാർച്ച് 24-ന് രാവിലെ 8:35 മുതൽ 9:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ തൃക്കൊടിയേറ്റം നടക്കും. രാവിലെ 10-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AR രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് കലവറ നിറക്കൽ ചടങ്ങ് നടക്കും. 10 ദിവസവും രാത്രി 8-ന് ഉത്സവം. പൂരമഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും. രാത്രി വിവിധങ്ങളായ കലാപരിപാടികളും നടക്കും. ഏപ്രിൽ 2-ന് രാവിലെ 6 മണിക്ക് പൂരംകുളി, വൈകിട്ട് 5 മണിക്ക് ആറാട്ട്, ക്ഷേത്രം വക വെടിക്കെട്ടും നടക്കും. ശ്രീ കുറുമ്പാവതി ക്ഷേത്രത്തിന്റെ പൂരമഹോത്സവം മാർച്ച് 24 മുതൽ ഏപ്രിൽ 2 വരെയാണ് നടത്തി വരുന്നത്. വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി പൂർവാധികം ഭംഗിയായി നടത്താൻ വേണ്ടി ആഘോഷ കമ്മിറ്റിയും ഭരണസമിതിയും ജനങ്ങളും തീരുമാനിച്ചിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AR രാമകൃഷ്ണൻ, സെക്രട്ടറി VV മോഹനൻ, ജോയിന്റ് സെക്രട്ടറി S ബൈജു, ട്രഷറർ B പ്രകാശൻ, VV കുഞ്ഞികൃഷ്ണൻ നീലേശ്വരം, V ശ്രീജിത്ത്, ഷിജു പുതിയവളപ്പ്, പ്രജേഷ് K കാഞ്ഞങ്ങാട്, ചന്ദ്രൻ ആവിക്കര സൗത്ത്, സജീവൻ PK ചിത്താരി എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് മത്സ്യ മാർക്കറ്റിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധം. നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക മത്സ്യ മാർക്കറ്റ് തീർത്തു. കാസർഗോഡ് മത്സ്യ മാർക്കറ്റിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാഷണൽ യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതീകാത്മക മത്സ്യ മാർക്കറ്റ് തീർത്തത്. സമരം INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. ജനപക്ഷത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഫിഷ് മാർക്കറ്റിന്റെ മാത്രം പ്രശ്നമല്ല, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ള പ്രശ്നം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. വൈദ്യുതി പ്രശ്നം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഉമൈദ് തളങ്കര അധ്യക്ഷത വഹിച്ചു. ഹൈദർ കുളങ്ങര, മുസ്തഫ തോരവളപ്പ്, CMA ജലീൽ, മൊയ്തീൻ ഹാജി ചാല, നൌഷാദ് എരിയാൽ, അഷ്റഫ് തുരുത്തി, നവാസ് പടിഞ്ഞാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘവും ധനലക്ഷ്മി ബാങ്കും സംയുക്തമായി ജൻധൻ സൗജന്യ ബാങ്ക് അക്കൗണ്ട് ചേർക്കൽ തുടങ്ങി. പരപ്പ ബസ് സ്റ്റോപ്പ് പരിസരത്താണ് കേന്ദ്രം ഒരുക്കിയത്. ധനലക്ഷ്മി ബാങ്കിന്റെയും വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരപ്പ ബസ് സ്റ്റോപ്പ് പരിസരത്ത് ജൻധൻ സൗജന്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് അംഗങ്ങളാക്കൽ പരിപാടി സംഘടിപ്പിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം ശ്രീധരൻ കാരാക്കോട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ തരത്തിലുള്ള ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള സമുദ്ദേശകരമായിട്ടുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്ന ഈ പ്രതിദിന സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്
ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘം പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. ധനലക്ഷ്മി ബാങ്ക് ഉദ്യോഗസ്ഥരായ രാകേഷ്, അരവിന്ദ്, രാധ, ശശി തുടങ്ങിയവർ സംസാരിച്ചു. പ്രമോദ് സ്വാഗതവും NK രാഹുൽ നന്ദിയും പറഞ്ഞു. പടന്നക്കാട് നെഹ്റു കോളേജിൽ നിന്ന് വിരമിക്കുന്ന പ്രൊഫസർ വി കുട്ടിയന് യാത്രയയപ്പ് നൽകി. കോളേജ് ചരിത്ര വിഭാഗം സംഘടിപ്പിച്ച ദേശീയ സെമിനാറിന്റെ ഭാഗമായിരുന്നു യാത്രയയപ്പ് യോഗം. കാര്യങ്ങൾ രേഖപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു ശീലം കുട്ടിന് മുമ്പേ ഉള്ളതാണ്. അതിപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ വലിയ കാര്യമാണ്. യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രഗത്ഭനായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പർ കുട്ടിനായിരുന്നു എന്നുള്ളതാണ്. നെഹ്റു കോളേജിൽ നടന്ന യാത്രയയപ്പ് യോഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ A മുരളീധരൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ KP ജയരാജൻ ഉപഹാര സമർപ്പണം നടത്തി. കോളേജിലെ ചരിത്ര വിഭാഗം സംഘടിപ്പിച്ച ദേശീയ സെമിനാറിന്റെ ഭാഗമായിരുന്നു ചരിത്ര വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രൊഫസർ വി കുട്ടിനുള്ള യാത്രയയപ്പ്. സെമിനാർ ബുക്കിന്റെ പ്രകാശനം പ്രൊഫസർ A ഗംഗാധരൻ നായർ നിർവഹിച്ചു. പ്രൊഫസർ KV നാരായണൻ സെമിനാറിൽ സംബന്ധിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നന്ദകുമാർ കോറോത്ത്, പ്രൊഫസർ C ഗിരിജ, KC വിജയരാഘവൻ, ഡോക്ടർ C ബാലൻ, പ്രൊഫസർ N ബാലസുബ്രഹ്മണ്യൻ, KV ശബരിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ വി കുട്ടിയൻ യാത്രയപ്പിനുള്ള മറുപടി പ്രസംഗം നടത്തി. കൊച്ചി കോട്ടപ്പുറം ജലപാത നവീകരണം തുടങ്ങാനായില്ല. ജലപാത ഒരുക്കാനായി പുഴയിലിറക്കിയ ഡ്രഡ്ജർ നാട്ടുകാർ തടഞ്ഞതോടെയാണ് വീണ്ടും പ്രതിസന്ധി ഉണ്ടായത്. നിലവിലുള്ള ജലപാത നമ്പ്യാർക്കാൽ വരെ നീട്ടാനുള്ള പദ്ധതിയാണ് അനിശ്ചിതത്വത്തിലായത്. പുഴയോരവാസികളും പൂഴിത്തൊഴിലാളികളും പ്രതിഷേധമുയർത്തിയതോടെ മണ്ണെടുപ്പിന് എത്തിച്ച യന്ത്രഭാഗങ്ങൾ ഒരു മാസത്തോളം നീലേശ്വരം പുഴയോരത്ത് കൂട്ടിയിട്ട കാര്യം CNN ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ചന്ദ്രശേഖരൻ MLA ഇടപെട്ട് കാഞ്ഞങ്ങാട്ട് നടത്തിയ ചർച്ചയിൽ ഉയർന്ന ഒത്തുതീർപ്പ് ഫോർമുലയിലാണ് ജലപാതയിലെ തടസ്സം നീങ്ങിയത്. നീലേശ്വരത്ത് ഡ്രഡ്ജർ ഇറക്കിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന് ഭയന്ന് ചെറുവത്തൂരിലെത്തിച്ചാണ് യന്ത്രങ്ങൾ പുഴയിലിറക്കിയത്. എന്നാൽ നിർദ്ദിഷ്ട ജലപാതയിൽ മണ്ണെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രാദേശിക ജനത പ്രതിഷേധമുയർത്തി. ഇതോടെ ശനിയാഴ്ച മുതൽ ഇവ ഓർച്ചപ്പാലത്തിന് സമീപം പുഴയിൽ കിടക്കുകയാണ്. 5 കിലോമീറ്റർ ജലപാത ഒരുക്കുന്നതിന് 42 ലക്ഷം രൂപ വരെ അനുവദിച്ച പദ്ധതിയുടെ കാലാവധി മാർച്ച് 31 പൂർത്തിയാകാനിരിക്കെ തുക ലാപ്സാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. കാണികളെ ചിരിപ്പിച്ചും തെങ്ങിൽ കയറി തേങ്ങയിട്ടും ചങ്ങനും പൊങ്ങനും തെയ്യക്കോലം. പെരുങ്കളിയാട്ടങ്ങളിൽ മാത്രം കെട്ടിയാടാറുള്ള ഈ തെയ്യക്കോലങ്ങൾ നീലേശ്വരം ചാത്തമത്തെ ആലയിൽ പാടാർ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് അരങ്ങിലെത്തിയത്. ക്ഷേത്രത്തിലെ മൂവാണ്ട് കളിയാട്ടത്തിലാണ് ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തിയത്. കളിയാട്ട സമാപനത്തിന് തലേന്ന് കൂത്ത് അരങ്ങിലെത്തിയതോടെ കാണികളെ ചിരിപ്പിച്ച് ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തി. പ്രത്യേക വേഷവിധാനത്തിൽ മുഖം മറച്ച് തെങ്ങിൻ മടലിന്റെ വാളുമേന്തി തെയ്യക്കോലങ്ങൾ തിരുമുറ്റത്തെത്തി. അബദ്ധങ്ങൾ അഭിനയിച്ചും അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചും പൊട്ടിച്ചിരുയർത്തി. തുടർന്ന് ക്ഷേത്ര സമീപത്തെ പറമ്പിലെത്തി തേങ്ങയിട്ടു. ആർപ്പുവിളികളുമായി വാദ്യക്കാരും ബാല്യക്കാരും കുട്ടികളും പിന്നാലെ കൂടി. തേങ്ങയിട്ട ശേഷം ക്ഷേത്രപരിധിയിലെ വീടുകളിൽ കയറി അനുഗ്രഹം ചൊരിഞ്ഞു. മൂക്കിൽ തൂക്കിയിടുന്ന മഞ്ഞൾ കുറിതുട്ട ഗുണം വരണം എന്നാശംസിച്ചാണ് തെയ്യങ്ങളുടെ മടക്കം. വീടുകൾ സന്ദർശിച്ച് അർദ്ധരാത്രിയോടെയാണ് ഇരു തെയ്യങ്ങളും ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയത്. കോളിക്കാൽ ഭഗവതി എണ്ണപ്പാറക്കാവ് ദേവസ്ഥാനം കളിയാട്ടോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കോളിക്കൽ ഭഗവതി എണ്ണപ്പാറക്കാവ് ദേവസ്ഥാനത്തെ കളിയാട്ട ഉത്സവം സമാപിച്ചു. ചാമുണ്ടിയമ്മ, ബീരൻ, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി.
അന്നദാനവും നൽകി. അനുഗ്രഹം തേടി നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. കടലാമ കുഞ്ഞുങ്ങൾക്ക് ഇനി കടലമ്മ തുണ. കാസർഗോഡ് കാവുകോളി കടപ്പുറത്ത് നിക്ഷേപിച്ച 100ഓളം മുട്ടകളിൽ നിന്നും വിരിഞ്ഞ 60ഓളം കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് യാത്രയാക്കി. ജനുവരി 23 നിക്ഷേപിച്ച കടലാമ മുട്ടകളാണ് വിരിഞ്ഞത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിവിധ തീരങ്ങളിൽ നടക്കുന്ന കടലാമ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുട്ടകൾ ശേഖരിച്ച് വിരിയിക്കുകയായിരുന്നു. ഇവിടെ മുട്ട നിക്ഷേപിച്ച സ്ഥലത്ത് തന്നെ വേലുകെട്ടി സംരക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഏതിനും ആമയാണ് മുട്ടയിട്ടത് എന്ന് മുൻകൂട്ടി അറിയാനും കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ നിരീക്ഷിച്ച കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ ആർ ഡെൽറ്റ എൽ മറോക്കി ഒലീവ് റെഡ്ലി വർഗത്തിൽപ്പെട്ട ആമയാണ് മുട്ടയിട്ടതെന്ന് സ്ഥിരീകരിച്ചു. 100ഓളം മുട്ടകളിൽ നിന്നും 60ഓളം കുഞ്ഞുങ്ങളാണ് പുറത്തിറങ്ങിയത്. നാട്ടുകാർക്ക് ഏറെ കൗതുകം നൽകിയ കടലാമ കുഞ്ഞുങ്ങളെ യാത്രയാക്കാൻ ഒരു നാട് മുഴുവൻ ഒഴുകിയെത്തിയിരുന്നു. ആമകളുടെ വഴിയടയാളം കാണിച്ചു കൊടുക്കുന്നവർക്ക് കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 1000 രൂപ പ്രതിഫലം നൽകുന്നതിനാൽ തീരദേശ സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയും ഈ സംരക്ഷണ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. കടലാമ കുഞ്ഞുങ്ങളെ കടലിൽ വിടുന്ന ചടങ്ങിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ, മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ അബ്ദുൽ ഖാദർ, വാർഡംഗം ശോഭന, സറീന ഷെരീഫ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ ഡെൽറ്റോ എൽ മറോക്കി, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ NV സത്യൻ, K സുനിൽകുമാർ, ശ്രീകാന്ത് തുടങ്ങിയവരും സംബന്ധിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KCBയുടെ വിതരണ പോസ്റ്റുകൾ റിലയൻസിന് കൈമാറുന്നതിൽ പ്രതിഷേധം. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. KCB നയങ്ങൾക്കെതിരെ പ്രതിഷേധം തീർത്ത് ജനജാഗ്രതാ ജാഥ. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. രോഗികളുണ്ട്, സൗകര്യങ്ങളില്ല. ജില്ലാ ആശുപത്രിയോട് അധികൃതർ കാട്ടുന്നത് ക്രൂരമായ അവഗണന. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അംഗൻവാടി ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. കാവുകോളി കടപ്പുറത്ത് 60ഓളം കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് യാത്രയാക്കി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും 2 തെയ്യക്കോലങ്ങൾ. ആലയിൽ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ചങ്ങനും പൊങ്ങനും അരങ്ങിലെത്തി. അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം പൂരമഹോത്സവം 24-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.